ഹായ് എവരിവൺ. നമ്മുടെ ശരീരത്ത് കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരം കാണിച്ചിരുന്ന അപകട സൂചനകൾ എന്തെല്ലാമെന്നും കാൽസ്യത്തിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും നോക്കാം. കാൽസ്യം നമ്മുടെ ശരീരത്തെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലുകളുടെ സ്ട്രെങ്തനിങ്ങിനും ഗ്രോത്തിനും വേണ്ടിയാണ്. എന്നാൽ കുറച്ചു ശതമാനം കാൽസ്യം നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്നു. ഇത് നമ്മുടെ പേശികളുടെയും ബ്രെയിനിന്റെയും അതുപോലെ രക്തക്കുഴലുകളുടെ എല്ലാം പ്രോപ്പർ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നു. രക്തത്തിലുള്ള കാൽസ്യം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശരീരം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽസ്യം ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തുണ്ടോ എന്ന് മനസ്സിലാക്കാൻ രക്തം പരിശോധനയെക്കാട്ടിൽ നല്ലത് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാൽസ്യത്തിന്റെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺസും വൈറ്റമിൻ ഡിയുമാണ്. നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സിന്റെ കുറവ് കാരണം തന്നെയാണ്. പിന്നീട് പറഞ്ഞാൽ നമ്മുടെ വൃക്കകൾ അധികമായിട്ട് കാൽസ്യം ഫിൽട്ടർ ചെയ്ത് പുറന്തള്ളപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഇടയ്ക്കിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കാൽസ്യത്തിന്റെ ലെവല് പെട്ടെന്ന് ശരീരത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലാവട്ടെ അവർക്ക് ഓർമ്മക്കുറവ്, അവർക്ക് ജോയിന്റ്സിന് പെയിൻ ഉണ്ടാവുക, അധികം നീളം വെക്കാതിരിക്കുക, മുതിർന്നവരിലാവട്ടെ അമിതമായിട്ടുള്ള ക്ഷീണം, ഉന്മേഷക്കുറവ് ഉണ്ടാവുക, ബോഡി പെയിൻ ഉണ്ടാവുക, മസിൽ ക്രാമ്പ് ഉണ്ടാവുക, കൈകാലുകൾ ഉണ്ടാവുന്ന വേദനയും നംനെസ്സും ടിക്ലിംഗ് സെൻസേഷനും, അതുപോലെ എല്ലുകൾക്ക് ബലക്ഷയം വരിക, നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക, പല്ല് പെട്ടെന്ന് കേടാവുക. അതുപോലെ കാൽസ്യം ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുവാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻ, അതായത് നമ്മുടെ എല്ലുകളുടെ ബലക്ഷയം സംഭവിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. കാൽസ്യത്തിന്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി കാൽസ്യം സപ്ലിമെന്റേഷൻ എടുക്കുന്നതിനൊപ്പം തന്നെ മഗ്നീഷ്യം, വൈറ്റമിൻ ഡിയും ഒരു ഡോക്ടറിന്റെ സഹായത്തോടെ അളവ് തിട്ടപ്പെടുത്തി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള വാൾനട്ട്സ്, ബദാം, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, കൂണ് എന്നിവ കഴിക്കുക. കൂടാതെ കാൽസ്യം അടങ്ങിയിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ, തൈര്, മോര്, യോഗട്ട്, വെണ്ണ, അതുപോലെ റാഗി, എള്ള്, പിന്നെ ചെറിയ മത്സ്യങ്ങൾ എന്ന കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കാൽസ്യം അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പതിവായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഫൈറ്റിക് ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളാണെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ചായയുടെയും കാപ്പിയുടെ അളവ് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ടെൻഷൻസ് അവോയ്ഡ് ചെയ്യുക. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.